പരിഹാരത്തിനായി രാഹുൽ ഗാന്ധി വീണ്ടും ഇടപെട്ടു. മുതിർന്ന നേതാക്കളായ വയലാർ രവി, കെ.സി. വേണുഗോപാൽ, കെ. സുധാകരൻ എന്നിവരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രി ഇപ്പോൾ എ.കെ. ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, മാരത്തൺ ചർച്ചകളാണ് ദില്ലിയിൽ പുരോഗമിക്കുന്നത്. ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? സമവായമാകാനുള്ള ഏതെങ്കിലും സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ടോ? മനു, ഇന്ന് രാവിലെയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി വീണ്ടും ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്ക വിഷയത്തിൽ ഇടപെട്ടത്. രാഹുൽ ഗാന്ധി വിവിധ നേതാക്കളുമായി സംസാരിച്ചു. VM സുധീരനെ ആദ്യം വിളിച്ചു. അതിനുശേഷം കേരളത്തിലെ മറ്റു പ്രമുഖ നേതാക്കളെ കൂടി വിളിച്ച് കാര്യങ്ങളുടെ വിശദാംശങ്ങൾ തേടിയിരുന്നു. രാഹുൽ ഗാന്ധി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി അനൗപചാരികമായ ഒരു യോഗം ആരംഭിച്ചിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലെ എല്ലാ അംഗങ്ങളും ഇല്ല. ആകെ 5 അംഗങ്ങൾ മാത്രമാണ് ഉള്ളത്. അതിന്റെ ചെയർമാൻ മല്ലികാർജ്ജുന ഖാർഗെ, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സംസ്ഥാന അധ്യക്ഷൻ VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയ 5 അംഗങ്ങൾ മാത്രം ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ അനൗപചാരികമായി യോഗം ചേരുകയാണ്. ഘടകകക്ഷികളുമായി ചർച്ച പൂർത്തിയായി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ കേരള നേതാക്കൾ അറിയിക്കും. ഇതിന് പിന്നാലെ മറ്റു കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള സീറ്റ് തർക്കങ്ങളുടെ കാര്യത്തിലും ഏതെങ്കിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ഈ അനൗപചാരിക ചർച്ചയിൽ ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധി ചില നിർദ്ദേശങ്ങൾ നൽകിയതായി അറിയുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയും VM സുധീരനും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുടെ സൂചനകളും നൽകുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളുടെ നിലപാട് കടുപ്പിക്കുകയാണ് VM സുധീരൻ ഇന്ന് രാവിലെയും രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോൾ ചെയ്തത്. ഇത്തരത്തിൽ ആരോപണ വിധേയരായ മന്ത്രിമാരെ വീണ്ടും മത്സരിപ്പിക്കേണ്ടി വന്നാൽ അത് വൻ തിരിച്ചടി നൽകും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ആകട്ടെ മറ്റൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. കൂടെയുള്ള ഇവർക്ക് സീറ്റ് നിഷേധിച്ചാൽ പിന്നെ താൻ പ്രചരണ രംഗത്ത് മാത്രമായി നിൽക്കാം, മത്സരരംഗത്ത് നിങ്ങൾ നിൽക്കട്ടെ എന്നൊരു നിലപാടിലാണ് ഉമ്മൻചാണ്ടിയുള്ളത്. ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി കേരളത്തിന്റെ മറ്റു വിശദാംശങ്ങൾ നേതാക്കളുമായൊക്കെ തേടിയിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം ഘടകകക്ഷികളുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ തർക്കം രൂക്ഷമായി. അമ്പലപ്പുഴയ്ക്ക് പകരം പുനലൂർ നൽകാമെന്ന കോൺഗ്രസ് നിർദ്ദേശം JDU തള്ളി. ചടയമംഗലം വേണ്ടെന്ന് ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. ഘടകകക്ഷി നേതാക്കളുമായി ജില്ലയിലെ നേതാക്കൾ ഫോണിൽ നടത്തിയ ചർച്ചയാണ് പരാജയപ്പെട്ടത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പായി ഘടകകക്ഷികളുടെ സീറ്റിൽ തീർപ്പുണ്ടാക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം പരാജയപ്പെട്ടു. ഫോണിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ അമ്പലപ്പുഴയ്ക്ക് പകരം പുനലൂർ നൽകാമെന്ന കോൺഗ്രസ് നിർദ്ദേശം JDU നേതാക്കൾ തള്ളി. നേരത്തെ അമ്പലപ്പുഴ JDUവിന് നൽകാമെന്നായിരുന്നു ധാരണ. നേമം മണ്ഡലത്തിൽ കോൺഗ്രസ് താൽപര്യമറിയിച്ചു. കോവളം പകരം നൽകിയാൽ മാത്രം നേമം വിട്ടുകൊടുക്കാമെന്ന നിലപാടാണ് JDU സ്വീകരിക്കുന്നത്. RSPക്ക് നൽകിയ ഇരവിപുരത്തിനു പകരം ചടയമംഗലം നൽകാമെന്ന കോൺഗ്രസ് നിലപാട് ലീഗും തള്ളി. ചടയമംഗലം വേണ്ടെന്ന ഉറച്ച നിലപാട് ലീഗ് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു. തെക്കൻ കേരളത്തിൽ വിജയസാധ്യതയുള്ള സീറ്റ് വേണമെന്നാണ് കരുനാഗപ്പള്ളി ലക്ഷ്യമിട്ട് ലീഗിന്റെ ആവശ്യം. ഒരു സീറ്റും അധികം നൽകില്ലെന്ന നിലപാട് കോൺഗ്രസ് തുടരുന്ന സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നാണ് KM മാണിയുടെ അഭിപ്രായം. പൂഞ്ഞാർ, കുട്ടനാട് സീറ്റുകൾ വെച്ചുമാറണമെന്ന കോൺഗ്രസിന്റെ ആവശ്യവും മാണി തള്ളി. കുന്നത്തൂർ, ഇരവിപുരം, ചവറ സീറ്റുകൾക്ക് പുറമെ അരൂർ, ആറ്റിങ്ങൽ സീറ്റുകൾ നൽകാമെന്ന് RSPയെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. സിനിമാ താരം സിദ്ദിഖിന് അരൂർ നൽകാൻ നേരത്തെ കോൺഗ്രസിൽ ധാരണയുണ്ടായിരുന്നു. ഇതോടെ സിദ്ദിഖ് അരൂരിൽ മത്സരിക്കില്ലെന്ന് ഉറപ്പായി. അതേസമയം കോൺഗ്രസിലെ തർക്കങ്ങൾ തീർത്തിട്ടു മതി ഉഭയകക്ഷി ചർച്ചയെന്ന നിലപാടും ചില ഘടകകക്ഷി നേതാക്കൾ മുഖ്യമന്ത്രിയെയും VM സുധീരനെയും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അങ്കമാലി സീറ്റ് നിഷേധിച്ച UDF നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് ജോണി നെല്ലൂർ. കോൺഗ്രസ് കൂടെ കൊണ്ടു നടന്ന് ചതിക്കുകയായിരുന്നുവെന്ന് ജോണി നെല്ലൂർ പറഞ്ഞു. UDF നേതൃത്വത്തിന്റെ വഞ്ചനയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. ഭാവി പരിപാടികൾ തീരുമാനിക്കാം. ജേക്കബ് ഗ്രൂപ്പ് നേതൃയോഗം ഇന്ന് മൂവാറ്റുപുഴയിൽ ചേരും. പാർട്ടിയെ ഒറ്റ സീറ്റിലൊതുക്കിയ UDF നേതൃത്വത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ജേക്കബ് ഗ്രൂപ്പിൽ ഉയരുന്നത്. അങ്കമാലി സീറ്റ് നിഷേധിക്കപ്പെട്ട പാർട്ടി ചെയർമാൻ ജോണി നെല്ലൂർ കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നുവെന്നാണ് സൂചന. UDF നേതൃത്വത്തിന്റെ നിലപാട് കടുത്ത വഞ്ചനയും ചതിയുമാണെന്ന് ജോണി നെല്ലൂർ മൂവാറ്റുപുഴയിൽ പറഞ്ഞു. ഒരു കാര്യം പറയട്ടെ, കൂടെ കൊണ്ടു നടന്ന് വഞ്ചിക്കുകയായിരുന്നു. ക്രൂരമായ വഞ്ചന, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചതി. നീതികേടെന്ന് പറഞ്ഞാൽ ആ വാക്കൊന്നും പോരാ. രാഷ്ട്രീയ വനവാസത്തിനില്ലെന്നും യഥാസമയം കൃത്യമായി നിലപാട് പ്രഖ്യാപിക്കുമെന്നും ജോണി നെല്ലൂർ അറിയിച്ചു. ചില മന്ത്രിമാരുടെ അഴിമതിക്കെതിരെ അഭിപ്രായം പറഞ്ഞതാണ് തനിക്കെതിരെയുള്ള വിരോധത്തിന് കാരണം. പാർട്ടി നിലപാട് തീരുമാനിക്കാൻ ഇന്ന് വൈകിട്ട് നേതൃയോഗം മൂവാറ്റുപുഴയിൽ ചേരും. പിറവം സീറ്റ് തിരികെ നൽകി മത്സരരംഗത്ത് നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കണമെന്ന നിലപാടും ഒരു വിഭാഗത്തിനുണ്ട്. എന്നാൽ അനൂപ് ജേക്കബ് ഇതിന് സന്നദ്ധമാകില്ലെന്നാണ് സൂചന. സാലി മുഹമ്മദ്, കൊച്ചി. ജോണി നെല്ലൂരിന്റെ പ്രസ്താവനയെക്കുറിച്ച് അറിയില്ലെന്ന് VM സുധീരൻ. ഘടകകക്ഷികളുമായി വീണ്ടും യോഗം ചേരുമെന്നും പ്രശ്നപരിഹാരം ഉടനെന്നും സുധീരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അല്ല, ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സാധാരണ രീതിയിൽ കണ്ടതാണ്. അദ്ദേഹത്തെ കണ്ട് പൊതുവെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ
കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. പിന്നെ സീറ്റുകളെ സംബന്ധിച്ച തർക്കങ്ങളൊക്കെ വലിയ താമസം കൂടാതെ തന്നെ തീരും. അത് തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഭംഗിയായി തന്നെ തീരുമെന്ന പ്രതീക്ഷയാണ്. KPCC പ്രസിഡന്റ് VM സുധീറിന് അനുകൂലമായി കൊച്ചി നഗരത്തിൽ പോസ്റ്ററുകൾ. എറണാകുളം DCC ഓഫീസിന്റെ ഭിത്തിയിലും വാതിലിലുമടക്കം പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട്. ആരോപണ വിധേയരായവരെ ഒഴിവാക്കാൻ പോരാടുന്ന സുധീറിന് അഭിവാദ്യങ്ങൾ. സോളാറിനും ബാറിനുമെതിരെ നിലപാടെടുത്ത സുധീറിന് അഭിനന്ദനങ്ങൾ തുടങ്ങിയവയാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ. K. ബാബു, ബെന്നി ബെഹനാൻ തുടങ്ങിയവർക്ക് സീറ്റ് നൽകാനാവില്ലെന്ന് സുധീരൻ പരസ്യ നിലപാടെടുക്കുന്നതിനിടെയാണ് ഇരുവരുടെയും തട്ടകമായ കൊച്ചിയിൽ സുധീറിന് അനുകൂലമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നതാണ് ശ്രദ്ധേയം. UDF ഭരണം മാറണമെന്ന് കൂത്തുപറമ്പിൽ ജീവിക്കുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പൻ. നികേഷ് കുമാർ അടക്കമുള്ളവർ ഇടതുപക്ഷത്തേക്ക് വന്നതിൽ സന്തോഷമുണ്ട്. പുതിയ തലമുറയോട് വിരോധമില്ലെന്നും പുഷ്പൻ പറഞ്ഞു. കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പൻ പറയുന്നു, UDF ഭരണം അട്ടിമറിയണം, ഇടതുപക്ഷം അധികാരത്തിൽ വരണം. MP നികേഷ് കുമാർ അടക്കം പുതിയ തലമുറയോട് യാതൊരു തരത്തിലുള്ള വിരോധവും ഞങ്ങൾക്കില്ല. ഇത് പറയാൻ ഏറ്റവും യോഗ്യത സഖാവ് പുഷ്പന് തന്നെയാണ്. 1994 നവംബർ 25-നാണ് കൂത്തുപറമ്പിൽ അഴിമതിക്കും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ നടന്ന യുവജന സമരത്തിനു നേരെ അന്നത്തെ UDF ഭരണകൂടം നിറയൊഴിച്ചത്. 5 പേർ രക്തസാക്ഷികളാവുകയും സംഭവത്തിൽ പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയായി ഇന്നും ശയ്യാവിലംബിയായി കഴിയുകയാണ്. 2016 തെരഞ്ഞെടുപ്പിൽ MP നികേഷ് കുമാർ അടക്കം ഇടതുപക്ഷമാണ് ശരിയെന്ന് പ്രഖ്യാപിക്കുകയും മത്സരരംഗത്തിറങ്ങുകയും ചെയ്തതോടെ UDF കേന്ദ്രങ്ങൾ കൂത്തുപറമ്പ് സംഭവത്തെ മുതലെടുക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് പുഷ്പൻ പ്രതികരിക്കുന്നത്. പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. നികേഷ് കുമാർ അടക്കം മത്സരരംഗത്ത് വരുന്നു. എന്താണ് പുഷ്പന് പറയാനുള്ളത്? UDFന്റെ ഭരണകൂട ഭീകരതക്കും അഴിമതിക്കുമെതിരായിട്ടാണ് സമരം ചെയ്തിട്ടുള്ളത്. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് സമരം നടക്കുന്നത്. പിന്നെ UDF തകരണം, LDF അധികാരത്തിൽ വരണം എന്നാണ് ആഗ്രഹം. പിന്നെ പുതുതലമുറയോട് ഞങ്ങൾക്കാർക്കും വിരോധമില്ല. അവർ പാർട്ടിയിലേക്ക് വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇല്ല, അത് പുതുതലമുറയോട് ഞങ്ങൾക്ക് ആർക്കും വിരോധമില്ല. അല്ലാതെ അവർ പാർട്ടിയിലേക്ക് വരുന്നത് സന്തോഷമേ ഉള്ളൂ. എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും വിജയിക്കണം, ഇടതുപക്ഷ അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹം. കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പനൊപ്പം PV ജോഷില. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ TN സീമ പ്രചരണ രംഗത്ത് സജീവമായി. മണ്ഡലത്തിലെമ്പാടും പടർന്നു കിടക്കുന്ന വിപുലമായ സുഹൃത്ത് ബന്ധങ്ങളാണ് സീമയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കടമനിട്ട അനുസ്മരണം സീമ കവിത ചൊല്ലി ഉദ്ഘാടനം ചെയ്തത് വ്യത്യസ്തമായ അനുഭവമായി. സ്ഥലം തിരുവനന്തപുരം നഗരഹൃദയത്തിലെ പാളയം മാർക്കറ്റ്. മൈക്കിലൂടെ കടമനിട്ടയുടെ കവിത ഒഴുകി വരുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും കവിയുമായ ഡോക്ടർ TN സീമയാണ് കവിത ചൊല്ലുന്നതെന്നറിഞ്ഞപ്പോൾ സാധനങ്ങൾ വാങ്ങാനെത്തിയവർക്ക് കൗതുകമായി. കടമനിട്ടയുടെ ഞാൻ ഇവിടെയാണെന്ന കവിത സീമ ചൊല്ലിയപ്പോൾ സദസ് അത് ഏറ്റുചൊല്ലി. ഈ തെരുവീഥിയിൽ എല്ലാ കടയിലും എല്ലാ വിളക്കും അണയുവാൻ കാത്തുകൊണ്ട് ഏതെങ്കിലും കടത്തിണ്ണയിൽ തൻ തൊലി മാത്രം ഒരിഞ്ഞു പുതച്ചൊന്നുറങ്ങുവാൻ ദുസ്വപ്നമെങ്കിലും കണ്ടൊന്നു ഞെട്ടുവാൻ ഞെട്ടിയുണരുമ്പോഴേക്കും പുതിയൊരു വെട്ടം വിടരുമെന്ന് ആശിച്ചു നിൽപ്പു ഞാൻ. കവിത ചൊല്ലി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പാട്ടും പാടി ജയിക്കുമെന്ന് വോട്ടർമാരിൽ ആരോ ഒരാൾ ഉറപ്പു നൽകി. ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ പ്രൊഫസർ അലിയ തന്റെ വോട്ട് സീമയ്ക്കായിരിക്കുമെന്ന് വെളിപ്പെടുത്തി. ചെറുപുഞ്ചിരിയോടെ എല്ലാവരോടും അനുഗ്രഹം തേടി സീമ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ തന്റെ സൗഹൃദ വലയം ഏറെയുള്ള മണ്ഡലത്തിൽ വ്യത്യസ്തമായ പ്രചരണ രീതികളോടെ സീമ കൂടുതൽ സജീവമാകും. S. ജീവൻകുമാർ, തിരുവനന്തപുരം. നേമത്തെ LDF സ്ഥാനാർത്ഥി V. ശിവൻകുട്ടി MLA കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലാണ്. എന്നാൽ ഫോണിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും പ്രചരണത്തിൽ ഇപ്പോഴും സജീവമാണ് അദ്ദേഹം. ഇത്തവണയും വിജയം ആവർത്തിക്കാമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ശിവൻകുട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ നേമത്ത് LDF സ്ഥാനാർത്ഥി V. ശിവൻകുട്ടി MLA ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. അതിനിടയിലാണ് വീഴ്ചയിൽ അദ്ദേഹത്തിന്റെ കാലിന് ക്ഷതമേറ്റത്. ഇപ്പോൾ ആയുർവേദ ചികിത്സയ്ക്ക് വിധേയനായി വീട്ടിൽ വിശ്രമിക്കുകയാണ് V. ശിവൻകുട്ടി. ധൃതി പിടിച്ച് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ളൊരു പരിശ്രമം നടത്തിയപ്പോൾ ബാത്റൂമിൽ സ്ലിപ്പ് ചെയ്ത് അപ്രതീക്ഷിതമായ ഒരു വീഴ്ച ഉണ്ടായി. അപ്പോൾ ഇടത്തേക്കാലിൻ്റെ ലിഗമെൻ്റ് തകരാറായി. ലിഗമെൻ്റ് തകരാറായാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഒരു വിശ്രമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇപ്പോൾ 26 മുതൽ ഞാൻ പൂർണ്ണമായ വിശ്രമത്തിലാണ്.
7 ദിവസത്തെ ചികിത്സയും വിശ്രമവുമാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. അപ്പോഴും ഫോണിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് അദ്ദേഹം. 7 ദിവസം ഞാൻ ഇപ്പോൾ മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടൊന്നും വേറെ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വാശിയോടുകൂടി പ്രവർത്തന രംഗത്ത് വന്നിട്ടുണ്ട്. ഒരാഴ്ചത്തെ ചികിത്സ പൂർത്തിയാക്കി 3 ദിവസത്തിനകം തന്നെ മണ്ഡലത്തിൽ പ്രചരണത്തിനിറങ്ങാമെന്ന പ്രതീക്ഷയിലാണ് വി ശിവൻകുട്ടി MLA. ഒപ്പം നേമത്ത് വിജയം ആവർത്തിക്കാമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലും. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. പ്രതിസന്ധികളോട് പൊരുതി കയറിയ ജീവിതമാണ് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഷിജി ശിവജിയുടേത്. ജീവിതത്തിലെ ഇല്ലായ്മകളെ നിശ്ചയദാർഢ്യം കൊണ്ട് നേരിട്ട ഷിജി അഭിഭാഷകയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമാണ്. റോഡ് അവസാനിക്കുന്നിടത്തു നിന്ന് തുടങ്ങുന്ന ഈ നേർത്ത ചെമ്മൺ പാതയ്ക്കൊടുവിലെ ഇനിയും പണിതീരാത്ത ഈ ചെറിയ വീട്ടിലെ വീട്ടുകാരിയാണ് ഇക്കുറി കുന്നത്തുനാട്ടിൽ ഇടതുപക്ഷത്തിനായി അംഗത്തിനിറങ്ങുന്നത്. പട്ടിണിയും പ്രാരാബ്ദങ്ങളും അടുത്ത കൂട്ടുകാരായിരുന്ന വിദ്യാർത്ഥി കാലഘട്ടത്തിൽ കർഷക തൊഴിലാളികളായിരുന്ന തങ്കപ്പന്റെയും തങ്കമ്മയുടെയും മകൾക്ക് ചെരുപ്പ് പോലും ആഡംബര സ്വപ്നങ്ങളായിരുന്നു. എങ്കിലും കരുണയുടെ ചില തുരുത്തുകൾ പിന്നെയും അവശേഷിച്ചിരുന്നു. അവരുടെ സഹായ സഹകരണങ്ങളോടെ നിയമപഠനം വരെ പൂർത്തിയാക്കി. ഈ ദുരിതങ്ങൾക്കെല്ലാം ഇടയിലും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും സജീവമായി. DYFI, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ, മഹിളാ അസോസിയേഷൻ എന്നിവയുടെ സജീവ പ്രവർത്തക. ഡ്രൈവറായ ശിവജിയാണ് ഷിജിയുടെ ഭർത്താവ്. 4ാം ക്ലാസ് വിദ്യാർത്ഥി ഹിതേഷ്, 2 വയസ്സുകാരൻ ഭരത് എന്നിവർ മക്കളാണ്. മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഷിജി ഇക്കുറി വിജയം നേടിയത്. കുന്നത്തുനാട് മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് CPIM-ഉം LDF-ഉം ഇപ്പോൾ ഷിജിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. പാർട്ടി എന്നെ പരിഗണിച്ചത് തന്നെ വലിയൊരു കാര്യമായിട്ടും അതിനകത്ത് സന്തോഷമുണ്ട്, അല്ലെങ്കിൽ അഭിമാനമുണ്ട്. അപ്പം അത്രയും താഴ്ന്നൊരവസ്ഥയിൽ നിന്ന് എന്നെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിച്ചതിൽ തികച്ചും സാധാരണക്കാരിൽ നിന്നും ഒരാളെയാണ് LDF സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത്. ഈ തീരുമാനം സാധാരണ കർഷക തൊഴിലാളികൾ നിറഞ്ഞ മണ്ഡലത്തെ ആവേശത്തിലാക്കിയിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തിലും പ്രതിഫലിക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ക്യാമ്പുകൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സന്തോഷ് മാധവൻ ഭൂമിദാന കേസിൽ മന്ത്രി അടൂർ പ്രകാശിന് തിരിച്ചടി. അടൂർ പ്രകാശിനെതിരെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ഭൂമിദാന കേസിൽ ത്വരിതാന്വേഷണം നടത്തണമെന്ന മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മന്ത്രി അടൂർ പ്രകാശ് നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. പാവങ്ങൾക്ക് വീട് നൽകാൻ ഭൂമി നൽകാത്ത സർക്കാർ കോടികൾ വിലമതിക്കുന്ന ഭൂമി എഴുതി കൊടുക്കുകയാണെന്ന് കോടതി വിലയിരുത്തി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിലായിരിക്കും ഏറ്റവും അധികം ചൂട് കൂടുകയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ചൂട് കുറയാൻ സാധ്യതയില്ല. കുളങ്ങളും തോടുകളും എന്തിന് നദികൾ പോലും വറ്റിവരണ്ട വേനലിൽ വെന്തുരുകുകയാണ് കേരളം. എലിനോ പ്രതിഭാസം തുടരുന്നതിനാൽ വേനൽ ഇനിയും കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ്. എല്ലായിടത്തും ചൂട് അതിന്റെ തീഷ്ണതയിലെത്തിക്കഴിഞ്ഞു. കേരളത്തിൽ വടക്കൻ മേഖല കടുത്ത വേനലിലേക്ക് കടക്കുകയാണെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പലയിടങ്ങളിലും സൂര്യാഘാതം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വെയിലിൽ ജോലിക്കിറങ്ങുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിൽ 40 ഡിഗ്രി വരെ ചൂട് കൂടുതൽ അനുഭവപ്പെടും. തീരദേശങ്ങളിൽ 37 ഡിഗ്രി വരെയും മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും 34 ഡിഗ്രിയുമാണ് ശരാശരി ചൂട് ഉണ്ടാവാനുള്ള സാധ്യത. അതോടൊപ്പം തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സംസ്ഥാനത്ത് സൂര്യതാപത്തിന് സാധ്യതയേറുമെന്ന അറിയിപ്പും സംസ്ഥാനത്തിന്റെ ആരോഗ്യമേഖലയെ സമ്മർദ്ദത്തിലാക്കുന്നു. കൊടുംവേനലിൽ ആശ്വാസമായേക്കാവുന്ന വേനൽ മഴയുടെ അളവിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളും ഇല്ല. ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ചൂട് കുറയാനും ഇടയില്ല. അന്തരീക്ഷ ഊഷ്മാവ് ഇത്ര കണ്ട് വർദ്ധിച്ചിട്ടും സർക്കാർ ഭാഗത്തുനിന്നും യാതൊരുവിധ പ്രതിരോധ നടപടികളും ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ കുടിവെള്ളക്ഷാമവും നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പനി, ചിക്കൻ പോക്സ് തുടങ്ങിയ പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുന്നതും ആരോഗ്യമേഖലയെ ആശങ്കയിലാക്കുന്നു. സർക്കാർ ആശുപത്രികളിൽ രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കും ആവശ്യമായ വാക്സിൻ ലഭ്യമല്ലാത്തതും രോഗികളെ വലയ്ക്കുന്നുണ്ട്. ബോധവൽക്കരണം അടക്കമുള്ള നടപടികളുമായി സർക്കാർ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്. കൊൽക്കത്തയിൽ മേൽപ്പാലം തകർന്നു വീണുണ്ടായ ദുരന്തത്തിൽ മരണം 25ആയി. സംഭവത്തിൽ മേൽപ്പാലം നിർമ്മാണത്തിന്റെ കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കും. ഇന്നലെയായിരുന്നു യാത്രക്കാർക്കും ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾക്കും മുകളിലേക്ക് മേൽപ്പാലം തകർന്നു വീണത്. തിരുവനന്തപുരത്ത് ചത്ത പശുവിനെ ഇറച്ചിയാക്കി വിൽക്കാനുള്ള ശ്രമം മേയർ ഇടപെട്ട് തടഞ്ഞു. സംഭവം അറിഞ്ഞ ആരോഗ്യവകുപ്പ് അധികൃതരുമായി സ്ഥലത്തെത്തിയ മേയർ VK പ്രശാന്ത് പശുവിനെ മറവ് ചെയ്യാൻ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം പാളയം കുന്നുകുഴിയിലായിരുന്നു സംഭവം. അറക്കാൻ കൊണ്ടുവന്ന പശു ഇന്ന് രാവിലെ ചത്തു. പശു കിടന്നിരുന്ന വൃത്തിഹീനമായ സ്ഥലത്ത് വെച്ച് തന്നെ ഇറച്ചിയാക്കാനുള്ള ശ്രമം നാട്ടുകാർ കണ്ടെത്തി. വിവരമറിഞ്ഞ് മേയറും കോർപ്പറേഷനിലെ ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി. മേയർ VK പ്രശാന്ത്: ഇതൊരിക്കലും നമുക്ക് അനുവദിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ്.
അപ്പോൾ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നടപടികൾ നമുക്ക് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശു എങ്ങനെയാണ് ചത്തതെന്ന് പോലും കണക്കിലെടുക്കാതെയായിരുന്നു ഇറച്ചിയാക്കാനുള്ള ശ്രമം. പിടിച്ചെടുത്ത പശുവിനെ മറവ് ചെയ്യുമെന്ന് മേയർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.